മാറ്റിയിടൂ. എന്തിനാ സാറേ? നോക്കാൻ. എന്താ നോക്കിയേക്കുന്നത്? നമ്മൾ കുറച്ച് വെള്ളം കൊണ്ടുവരിക്കും. കണ്ടില്ലേ സാറിന്റെ കൈ മുഴുവൻ ചീത്തയായിരിക്കുന്നത്? കടൽമീന ഉണങ്ങിയാൽ ഭയങ്കര ഡയറക്റ്റ് സ്മെല്ലായിരിക്കും. വെള്ളം ഞാൻ കൊണ്ടുവരാം മൂപ്പ. സാറ് തകൃതിയാ മീൻ തരുന്നത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു മീനിന്റെ പരുവം നോക്കുകയാണ്. ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. എത്രയാ വേണ്ടെന്ന് വെച്ചാ നല്ല പിടയ്ക്കുന്ന സൈസ് ഞങ്ങൾ അവിടെ എത്തിക്കായിരുന്നു. വേണ്ടപ്പോ വരുത്തിച്ചോളാം. ഇപ്പോഴൊക്കെ പോലീസ് സാർമാരുടെ കാര്യം വലിയ കഷ്ടമായി തരും. വന്നേ നാർന്ന മീൻകൊട്ടയിൽ വരെ കൈയിടണം. ആ ഡ്യൂട്ടിയല്ലേ, ചെയ്യാണ്ട് പറ്റും അല്ലേ സാറേ? താൻ ആ പറഞ്ഞ ശരിയാണ്. ഇത് വയറ്റിപ്പഴപ്പിന്റെ കാര്യമില്ലടോ, ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? അതുകൂടാതെ ഇതിൽ വേറെയുണ്ടൊരു താല്പര്യം. പണ്ട് സ്കൂളിൽ പാഠപുസ്തകത്തിൽ ഒരു സ്വർണ്ണ മത്സ്യത്തിന്റെ കഥ പഠിച്ചത് ഓർമ്മയുണ്ട്. 1000 മീൻകുട്ട തിരയുമ്പോ ഒരുപക്ഷെ ഭാഗ്യത്തിന് ഒരു സ്വർണ്ണ മത്സ്യം വീണ് കിട്ടുന്നതെങ്കിലോ അതോടെ രക്ഷപ്പെട്ടില്ലേ? കിട്ടിയാ നല്ലതാ, പക്ഷെ ഒരു പ്രോബ്ലം, അത്ര എളുപ്പത്തിൽ കിട്ടൂല, വഴുതിപ്പോവും. ഈ സ്വർണ്ണ മത്സ്യത്തിന്റെ ഒരു സ്വഭാവം അതാണ്. അറിയാം, അതിനെന്താ? അല്ലെങ്കിലും അത്ര എളുപ്പത്തിൽ വീണ് കിട്ടിയാൽ പിന്നെ എന്താ ഇതിലൊരു ത്രില്ലുള്ളത്? പിന്നെ വഴുതിപ്പോകുന്ന കാര്യം. തൽക്കാലത്തേക്കൊന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതി എപ്പോഴും അങ്ങനെ രക്ഷപ്പെടാൻ തരുന്നുണ്ടോ? മിടുക്ക് പോലെ ഇരിക്കും സാറേ. ദാറ്റ്സ് കറക്റ്റ്. പക്ഷെ ഈ മിടുക്കെന്ന് പറയുന്നത് ആരുടെയും കുത്തകയല്ല. അത് ഓർമ്മ വേണം. ചേട്ടാ, 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 കഴിവുള്ള മോനെ, ഞാൻ അയച്ച ടെലഗ്രാം കിട്ടിയില്ലേ? ടെലഗ്രാം അടിച്ചെന്ന് വെച്ച് ചേട്ടനെയും ചേച്ചിയും സ്വീകരിച്ചറിയിക്കാൻ വന്ന് കാത്തു നിൽക്കണമെന്നുണ്ടോ? പഴയ പ്രസാദൊന്നുമല്ല, ഇൻസ്പെക്ടർ സാറാണ്. അത് ഓർത്ത് വേണം സംസാരിക്കാൻ. അയ്യോ ചേച്ചി, സത്യമായിട്ടും അതല്ല. നിങ്ങളെ റിസീവ് ചെയ്യാൻ വരാൻ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് സ്റ്റേഷനിൽ ഫോൺ. പിന്നെ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ കുന്തവും കുറച്ചൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ഫ്രീ ആയത്. ചേട്ടനറിയാമല്ലോ ഈ ജോലിയുടെ സ്വഭാവം. സമയം എന്ന് പറയുന്നത് ഒരിക്കലും സ്വന്തമാവില്ല. നീ അതൊന്നുകൂടി പറഞ്ഞേ, തുളസി നന്നായിട്ടൊന്ന് കേൾക്കട്ടെ. ചേട്ടന് പറ്റിയ അനിയൻ തന്നെ, സമ്മതിച്ചു. പോരെ, ഇരിക്കു, കാത്തുണ്ട്. നാട്ടിപ്പോയില്ലേ? നേരെ ഇങ്ങി പോന്നു. ജോയിൻ ചെയ്തതിനു ശേഷം ലീവ് എടുത്ത് പോകാമെന്ന് കരുതി. ചെറിയമ്മ കാത്തിരിക്കായിരിക്കും, പാവം. ഏതായാലും നാട്ടിൽ പോയിട്ട് വന്ന് ജോയിൻ ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ ജോയിൻ ചെയ്താലേ പെട്ടെന്ന് ലീവ് എടുത്ത് പോകാൻ പറ്റില്ല. അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ആയിക്കോട്ടെ, അതിനെന്താ? എടാ, ജോലി കഴിഞ്ഞിട്ടില്ലാവളോ ലീവും മറ്റു കാര്യങ്ങളും ഒക്കെ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്, റിയലി നൈസ്. എടാ, നമ്മുടെ രണ്ടുപേരുടെയും ക്വാർട്ടേഴ്സ് അടുത്തായി കിട്ടിയത് വളരെ സൗകര്യമായി. അയ്യോ, അതിനകത്ത് ഡിപ്പാർട്ട്മെന്റ് സന്മനസ് കൊണ്ടൊന്നുമല്ല. ഞാനിവിടെ വന്നപ്പോ ക്വാർട്ടേഴ്സ് കിട്ടാൻ വലിയ പാടായിരുന്നു. ടൗണിൽ നിന്ന് കുറച്ച് ദൂരെയാണേലും ഈ വീട് സൗകര്യമായി കിട്ടിയപ്പോ ഞാൻ എടുത്തു. അപ്പൊ അതേ ആ വീട് പൂട്ടിക്കിടക്കുക. പണ്ടങ്ങാണ്ടോ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവിടെ വെച്ച് ഒരു മദാമ്മ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് അത്രേ. അത് പിന്നെ അവിടെ ആരും താമസിക്കാറില്ല. രാത്രിയിൽ അങ്ങനെ പാർട്ടി വന്നാലോ. അധികം നാൾ അവിടെ താമസിച്ച വായില്ലെന്ന അന്ധവിശ്വാസം. പിന്നെ ചേട്ടന് ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ വരുന്നെന്ന് അറിഞ്ഞപ്പോ ഞാൻ തന്നെ ഇടപെട്ട് ഈ വീട് ഫിക്സ് ചെയ്തു. നമുക്ക് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാമല്ലോ. ഇനി അഥവാ മദാമ്മ എങ്ങനെ രാത്രി വന്നാ എന്റെ അടുത്തോട്ട് പറഞ്ഞു വിട്ടേരെ, എനിക്കൊരു കമ്പനി. അതൊക്കെ പോട്ടെ. കമോൺ ടെൽ മീ നൗ, എങ്ങനെയുണ്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ? കുറെയൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ബോംബെയിൽ ഉണ്ടായിരുന്ന താരാശങ്കറാണ് ഇവിടുത്തെ ചീഫ് അല്ലേ? അതെ, ശങ്കറിന്റെ വലങ്കൈ അയാളുടെ മരുമകനാണ്, ഒരു താരാദാസ്. ഞാനിവിടെ വന്നിട്ട് ഇത്രയും നാളായിട്ട് രണ്ടുപേരെ ഒന്ന് കാണാൻ കൂടി കിട്ടിയിട്ടില്ല. അതെന്താ, അവരൊളിവിലാണോ? അല്ലെന്നേ, ഒന്നാമതായി ഇവന്മാർക്ക് ഒന്നും രണ്ടുമല്ല, പല ബംഗ്ലാവും താവളമൊക്കെ. ഇനി തപ്പിപ്പിടിച്ചെങ്ങാനും ചെല്ലാന്ന് വെച്ചാൽ തന്നെ വെറുതെ കിട്ടിയോണ്ട് എന്താ കാര്യം? എന്തെങ്കിലും തെളിവോടെ കിട്ടിയല്ലേ പിടിച്ച് കുടിക്കാൻ പറ്റൂ. റിയലി ടഫ് ഗൈസ്. ഓൾ ദി മോർ വെൽക്കം. ശത്രുവിന് ശക്തി കൂടിയിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത്ര കണ്ട് നമുക്ക് ആവശ്യം കൂടുമല്ലോ. മതി മതി, രണ്ടാളും കൊള്ളാം. കണ്ട ഉടനെ തുടങ്ങി കള്ളനും പോലീസും കഥ വിസ്തരിക്കാൻ. ഇത് മൂപ്പന്. ചായ കൊള്ളാം. രാധ പഠിച്ചുപോയി. അത് രാധയ്ക്ക് മൂപ്പനെ പേടിയുള്ളോണ്ടാ. മൂപ്പന് കൂട്ടുന്ന ചായ മാത്രമേ നന്നാകാറുള്ളൂ, ബാക്കിയൊക്കെ കണക്കാ. എടാ അന്തോണിയെ, ഞങ്ങളുടെ രാധ അങ്ങനെ അങ്ങ് കൊച്ചാക്കാതെ. എനിക്ക് എല്ലാവരുടെയും രാധേ രാധ എന്നുള്ള വിളിയും പറച്ചിലും കേൾക്കുമ്പോഴാ വല്ല പെമ്പിള്ളേരും വിളിക്കുന്നത് പോലെ. എന്റെ അച്ഛനും അമ്മ എനിക്കിട്ട പേര് രാധാകൃഷ്ണൻ എന്നാ. നിങ്ങൾക്കൊക്കെ എന്നെ ആ പേര് വിളിച്ചാലെന്താ? എന്തൊരു ഐശ്വര്യമുള്ള പേരാണത്. അതെ, നിന്നെ രാധാകൃഷ്ണൻ എന്ന് വിളിക്കാൻ തുടങ്ങിയാലും നിന്റെ ഈ ശരീരപ്രതി കാണുമ്പോ അറിയാതെ രാധേനായി പോകുന്നതാ. നീ അങ്ങ് ക്ഷമിക്കണം. ഒന്ന് പോവാൻ തോന്നി. ഇത് തന്നെയാ പറഞ്ഞത്.
ആ ഡ്രൈവർ ആരാകത്ത്? മുതലാളിയാണ്. ആ വിളിക്കൂ. ഇൻസ്പെക്ടർ സാർ വിളിക്കുന്നു. യെസ്, എക്സ്ക്യൂസ് മീ, വാട്ട്സ് യുവർ ഗുഡ് നെയിം? താരാദാസ്. വാട്ട്? താരാദാസ്. എന്ത് ചെയ്യുന്നു? സ്മഗ്ലിംഗ്. എന്ത്? സ്മഗ്ലിംഗ്. SMUGGLING. സ്മഗ്ലിംഗ്, കള്ളക്കടത്ത്. ഹലോ, സോ യു ആർ മിസ്റ്റർ താരാദാസ്. യെസ്, പരിചയപ്പെട്ട വളരെ സന്തോഷം. സ്വാമായി. നേരത്തെ വേണമെന്നുണ്ടായിരുന്നു. ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കാണുമായിരുന്നല്ലോ. ഇനിയാകാമല്ലോ. താങ്ക് യു, മോസ്റ്റ് വെൽക്കം. താങ്ക്സ്. വെൽ ഇൻസ്പെക്ടർ, നിങ്ങളുടെ പരിശോധന ഒന്ന് വേഗത്തിൽ നടത്തിയത് നന്നായിരുന്നു. എനിക്ക് പോകാൻ അല്പം ധൃതിയുണ്ട്. വയ്ക്കുള്ളൂ. ബായ്. പരിശോധിക്കുന്നില്ലേ? വേണ്ട. താങ്ക് യു. MMB 1770 സ്റ്റേഷൻ ബാഗ് എടുത്തു പോയോ? അത് ചെക്ക് ചെയ്തോ? ഇല്ല. എന്തൊരു വിഡ്ഢിത്തരമാണ് അത് കാണിച്ചത്. അതിനകത്തുണ്ടായിരുന്നത് ആരാണെന്ന് നിനക്കറിയാമോ? അറിയാം, താരാദാസ്. അത് മനസ്സിലാക്കിയിട്ടും പിന്നെ ചെക്ക് ചെയ്യായിരുന്നത്? താൻ താരാദാസ് ആണെന്നും തന്റെ ജോലി സ്മഗ്ലിംഗ് ആണെന്നും മുഖത്ത് നോക്കി കൂസല്ലാതെ പറയുന്ന ഒരാളുടെ വണ്ടി പരിശോധിക്കുന്നത് ഷിയർ വേസ്റ്റേജ് ഓഫ് ടൈം ആണെന്ന് തോന്നിയുണ്ട്. പ്രസാദ്, പക്ഷെ അവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത്. നമ്മൾ മനസ്സിൽ കാണുന്നതിനപ്പുറം അയാൾ നേരത്തെ കണ്ടു. കമോൺ. നീ താരാദാസ് ആണെന്നും നിന്റെ ജോലി സ്മഗ്ലിംഗ് ആണെന്നും പതരാതെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ ഒരു നിമിഷം ആ ഇൻസ്പെക്ടർ അമ്പരന്ന് കാണും. ആ ഒരു നിമിഷമാണ് നിന്നെ രക്ഷിച്ചത്. നീ കാണിച്ച ആ ചങ്കൂറ്റമാണ് അയാളെ തെറ്റിദ്ധരിപ്പിച്ചത്. പിന്നെ അബുവിന്റെ സ്മാർട്ട് ഡ്രൈവിംഗ്. ഐ ആം പ്രൗഡ് ഓഫ് യു മൈ ബോയ്. ഡാഡി കരുതുന്ന പോലെ ദാസേട്ടൻ കാണിച്ച അത്ര ബുദ്ധിയൊന്നുമല്ല. സ്മാർട്ടാകാൻ വേണ്ടി ദാസേട്ടൻ വലിയ റിസ്ക് ആണ് കാണിച്ചത്. ചന്ദ്രു പറയുന്നതിലും കാര്യമുണ്ട് മുതലാളി. എങ്ങാനും പെട്ടുപോയിരുന്നെങ്കിലും. അല്ല, ഞാൻ അങ്ങനെ സംഭവിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞൊന്ന് മാത്രം. ഇൻ എ വേ യു ആർ കറക്റ്റ്. പക്ഷെ അതിജീവിക്കാൻ കഴിയുന്നിടത്തോളം അതിസാഹസികം നല്ലതാണ്. പക്ഷെ അതിജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും യു ആർ ഡൂംഡ്. ഞാനായിരുന്നു ദാസേട്ടന്റെ സ്ഥാനത്തെങ്കിൽ ഒരിക്കലും ഈ ഓവർ സ്മാർട്ട്നെസ് കാണിക്കില്ലായിരുന്നു. പിന്നെ എന്ത് ചെയ്യണമായിരുന്നു എന്നാണ് ചന്ദ്ര പറയുന്നത്? അവരുടെ മുന്നിൽ മുട്ടിൽ നിന്ന് കരയണോ? ഒരസേണ്ടി വന്നാൽ ഒരസണം, അല്ലാതെ വാചകം പഠിച്ച് രക്ഷപ്പെടാൻ നോക്കുകയല്ല വേണ്ടത്. നോ ചന്ദ്രു, നീ പറഞ്ഞതാണ് അതിലും റിസ്ക്. എടുത്തുചാട്ടം ഒരിക്കലും നല്ലതല്ല. ഒഴിവാക്കാൻ കഴിയുന്നിടത്തോളം ഉരസലുകൾ ഒഴിവാക്കണം. അതാണ് ബുദ്ധി. നമ്മളുടെ വഴികൾ അടയുന്നു എന്ന് ബോധ്യമാകുമ്പോഴല്ലാതെ ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാകുന്നത് ശരിയല്ല. നമ്മൾ നമ്മളുടെ ജോലി നോക്കുന്നു, അവരവരുടെയും. ആരും ആരുടെയും ശത്രുക്കളല്ല. ഡാഡി അല്ലെങ്കിൽ മരുമകന്റെ ഭാഗമേ പറയൂ, അതെനിക്കറിയാം. എന്താ ചന്ദ്രു ഇത്? കുട്ടികളെ പോലെ ഡോണ്ട് ബി സില്ലി. ചന്ദ്രു, നീ വെറുതെ തെറ്റിദ്ധരിക്കുക. ദാസൻ ചെയ്തതിൽ ശരിയുണ്ട്, നീ പറയുന്നതിലും കുറെ ശരിയുണ്ട്. രണ്ട് ശരികളും ഒന്നിച്ചു പോകണമെന്നാണ് എന്റെ ആഗ്രഹം. ഡു യു ഗെറ്റ് മീ? ദാസ, ചന്ദ്രുവിന്റെ പ്രകൃതം നിനക്കറിയാമല്ലോ. ബോർഡിംഗ് സ്കൂളിലും കോളേജിലും ലാളിനെ മാത്രം അനുഭവിച്ചാണ് അവൻ വളർന്നിരിക്കുന്നത്. ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളൊന്നും അവൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടുള്ള എടുത്തുചാട്ടമാണ്. നീ അത് കാര്യമാക്കണ്ട. നീയും കൂടെ ചേർന്ന് വേണം അവനെ സാവകാശം ഉത്തരവാദിത്തങ്ങൾ ഷെയർ ചെയ്യാനുള്ള പക്വതയിലേക്ക് കൊണ്ടുവരാൻ. അതെനിക്കറിയാം. അമ്മാവൻ അതോർത്ത് വിഷമിക്കണ്ട. ആ, നിനക്ക് ഞാനൊരു വീട് കണ്ടുവച്ചിട്ടുണ്ട്. വേണ്ട ദാസേട്ടാ, എനിക്ക് ആ ചേരിയ ഇഷ്ടം. അതെനിക്കറിയാം. പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷം നീ പുതിയ വീട്ടിൽ താമസിക്കും. ഓക്കെ? അവിടെ കല്യാണം ഉടനെ ഉണ്ടാവും. അയാൾ എങ്ങനെയും ചേരിയിലോട്ട് വരുന്നത്? അത് തന്നെ, അങ്ങനെ വിട്ടാ പറ്റില്ല. സാർ എങ്ങോട്ടാ? ഞാൻ ഒന്ന് ചേരി വരെ. എന്താ കാര്യം? വെറുതെ.
അങ്ങനെ വെറുതെ ഇപ്പം പോണ്ട. ഞങ്ങളുടെ ചേരിയിലേ കാക്കിക്കാരുടെ ഭരണം ഒന്നും വേണ്ട. ഇവിടെ ആണെങ്കിൽ ആരും കക്കാൻ പോണില്ല, കട്ടിക്കുത്തുണ്ടാക്കുന്നില്ല. പിന്നെന്തിനാ പോലീസ്? സാറ് പുതിയ ആളായതുകൊണ്ട് പറഞ്ഞു തരാ. ഇവിടെ വരുന്ന പോലീസുകാരന്മാരൊന്നും സാധാരണ ഈ ചേരി വരാറില്ല. അതാതിന്റെ വഴക്കം. അത് തെറ്റിച്ചുകൊണ്ട് എന്തിനാ സാറേ വെറുതെ മേലെ ഈടാക്കാൻ പോകുന്നേ? ഒന്നാമത് സ്ഥലം അത്ര നല്ലതല്ല. സാറ് തിരിച്ചു വെക്കോളൂ. അതെ, ഞാൻ തീരുമാനിച്ചോളാം. തൽക്കാലം വഴിന്ന് പറയും. എന്തോന്നാ ഇത്ര ചുമ? മാറിക്കാനാ പറഞ്ഞേ? മാറടി, സാറ് പോട്ടെ. അയ്യോ സാർ, എന്ത് പറ്റി? അയ്യോടെ ടയറിന്റെ കാറ്റ് അത്രയും പോയി. ഇപ്പോഴത്തെ ടയറൊക്കെ അങ്ങനെ ഒരു വകയ്ക്കും കൊള്ളൂല. ഇനി എന്ത് ചെയ്യും സാറേ? ഞങ്ങൾ വേണേ റോഡ് വരെ തള്ളിത്തരാം. വേണ്ട. ദേഷ്യപ്പെടാതെ സാറേ, ഞങ്ങൾ തള്ളിത്തരാം. മടി. വേണ്ട പറഞ്ഞില്ലേ? എന്താ കാണിക്കുന്നത്? ആ പോട്ടെ. രാധമ്മ ചുമ്മാ ഇങ്ങനെ നടക്കുക കേട്ടോ. രാധ എങ്ങോട്ട് വന്നേ? പടി. കഷ്ടപ്പെട്ടു പേരടി. ഞങ്ങളുടെ കാശ് ഇങ്ങ് തന്നെ, ഞങ്ങൾ പോട്ടെ. കാശ്? ഏത് കാശ്? അല്ലേ, സാറിന് ചോദ്യം കേട്ടില്ലേ? ഏത് കാശെന്നോ? ഇത്ര നേരം ജീപ്പ് തള്ളിത്തത് പിന്നെ ഓശാരത്തിനാ? ടയറിന്റെ കാറ്റ് ഒഴിച്ചു വിട്ടതും പോരാ, തോന്നിയ ദിവസം പറയുന്നോ? ഞങ്ങളുടെ കാശ് എന്നില്ലെങ്കിൽ ഞങ്ങൾ കിടന്ന് ബഹളം വെക്കും. ആ, എന്നാന്ന് ബഹളം വെച്ചേ? നിങ്ങൾ ബഹളം വെക്കണ്ട. ആൾക്ക് 2 രൂപ വീതം 10 രൂപ. ആരാ ഇതിന്റെ ഹെഡ്? മടി. എന്റെ ചേച്ചി, ചമ്മാന്ന് വെച്ചാ ഇങ്ങനുണ്ടോ? കുറച്ചു കാലമായില്ലെങ്കിലും എന്റെ സർവീസിനിടെ ഞാൻ പല എണ്ണത്തിനെയും കണ്ടിട്ടുണ്ട്. കള്ളന്മാരും കേടികളും ഒക്കെ. പക്ഷെ ഇവറ്റയുടെ ഒന്നും ഒരു രക്ഷയില്ല. തോറ്റി സലാം വെക്കല്ലാണ്ട്. ആണുങ്ങളാണെ പിടിച്ചേണ്ട് പൊട്ടിക്കെങ്കിലും ചെയ്യായിരുന്നു. പക്ഷെ ഇത് തൊടാൻ പറ്റുമോ? തൊട്ടാ വകുപ്പ് കയറിയാവും. ചുരുക്കത്തിൽ ചേരിയിലെ സുന്ദരികളെല്ലാം കൂടി ഇൻസ്പെക്ടർ സാറിനെ നന്നായി റാഗിയത് ലക്ഷണമുണ്ട്. ആട്ടെ, എങ്ങനെ? അല്ല, സുന്ദരികൾ കാണാൻ എങ്ങനെയെന്ന്. ദോഷം പറയാനല്ലോ, ഒന്നും മോശമല്ല. അതുകൊണ്ടുള്ള സുഖം ഉണ്ടായിരുന്നു. ആ ചേട്ടൻ എവിടെ പോയെന്ന് പറഞ്ഞേ? പ്രസാദ് വരുന്നതും കാത്ത് കുറെ നേരം നിന്നു. പിന്നെ അത്യാവശ്യമായിട്ട് എവിടേക്കോ പോണെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. എന്താ കാര്യം എന്നൊന്നും പറഞ്ഞില്ലേ? നിങ്ങളുടെ ഈ വകുപ്പുകാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിലുള്ളവരോട് പറയുന്ന പാരമ്പര്യം പണ്ടേ ഇല്ലല്ലോ.
രാജേഷ്. ദാസ, അതെ, ഞാൻ തന്നെ നിന്റെ പഴയ ദാസ്.